നമസ്കാരം. തകർന്നു തരിപ്പണമായതും ഇടിഞ്ഞു പൊളിഞ്ഞു വീണതുമായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാനാവില്ലെന്നതിനാലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഹാരിസ് വളരെ കൃത്യതയോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സർക്കാർ ആശുപത്രികളിലുള്ള കുറവുകളെക്കുറിച്ച്, ജീവിക്കാൻ കഴിയാതെയായ സാഹചര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായി അഭിപ്രായം പറയുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ അദ്ദേഹം നല്ല ഡോക്ടറാണെന്നും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അത്ര ഹൃദയവിശാലതയോടെയല്ല ഭരണകൂടം വീക്ഷിച്ചത്. അതിനു പുറമെയാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരി മരിക്കാനിടയായത്. ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു ആർദ്രതയുമില്ലാതെ പ്രതികരിച്ച മന്ത്രിമാർ അതിനുശേഷം അവർക്ക് പരവേശമുണ്ടായതുകൊണ്ടോ പ്രഷർ കൂടിയതുകൊണ്ടോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ടോ ഒന്നും കുറ്റവിമുക്തരാകുന്നില്ല എന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ ആദരണീയനായ ഡോക്ടർ ജയകുമാറിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട്, ആപാദചൂടം ജെന്റിൽമാൻ ആയതുകൊണ്ട്, അദ്ദേഹം ഒരു മാതൃകാ ഭിഷഗ്വരനായതുകൊണ്ട് അദ്ദേഹം തന്റെ ഉത്തരവാദിത്വമാണതെന്നും താൻ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രി അത് ആവർത്തിച്ചതെന്നും പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ നന്മ. പക്ഷേ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിലനിർത്തുന്നത്, വേണ്ടത്ര സൌകര്യങ്ങളില്ലാത്ത ആരോഗ്യ മേഖല സൃഷ്ടിക്കുന്നത് അത് ഡോക്ടറുടെ കുഴപ്പമല്ലല്ലോ. മാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിലെന്നല്ല എല്ലാ സർക്കാർ ആശുപത്രികളിലും പരിമിതികളുടെയും പരാധീനതകളുടെയും പ്രളയമാണുള്ളത്. ആരോഗ്യമന്ത്രിയായിരുന്നുകൊണ്ട് വിദേശത്തു പോയി ഒരു സ്റ്റീൽ പ്ലേറ്റ് അവാർഡ് വാങ്ങിയാൽ അതുമാത്രം മതിയോ നമുക്ക്? അല്ലെങ്കിൽ തന്റെ പ്രാഗൽഭ്യം കൊണ്ട് രണ്ടാം തവണയും മന്ത്രിയായിരിക്കുന്നു എന്ന പൊങ്ങച്ചം മാത്രം മതിയോ നമുക്ക്? ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന ജനപ്രതിനിധികളെയാണ് ആവശ്യം. ഉത്തരവാദിത്വത്തോടെയും ധാർമ്മികതയോടെയും സമൂഹത്തോട് പ്രതികരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. കേരളത്തിന്റെ ആരോഗ്യ മേഖല നാനാവിധമായി തകർന്നിരിക്കുന്നു. ഡോക്ടർമാർ സുരക്ഷിതരല്ല, അവർ ആക്രമിക്കപ്പെടുന്നു. നഴ്സുമാർ ജോലിഭാരം കൊണ്ട്, വേണ്ടത്ര അംഗബലമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു. താഴെത്തട്ടിലുള്ള ആശാവർക്കർമാർ ഉപവാസ സമരവുമായി കണ്ണീരും കയ്യുമായി ഭരണ സംവിധാനത്തിന്റെ കാൽക്കൽ കീഴുന്നു. പകർച്ചപ്പനികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഡോക്ടർ ഹാരിസിന്റെ സത്യസന്ധമായ വെളിപ്പെടുത്തൽ നമ്മുടെ ആരോഗ്യ മേഖല അകപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ അനാരോഗ്യാവസ്ഥയെക്കുറിച്ച്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണത് കേവലം ഒരു കെട്ടിടമല്ല, കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സൌധമാണ്. നമ്പർ 1 കേരളമെന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഉച്ചൈസ്തരം ഘോഷിച്ചുകൊണ്ടിരുന്ന സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ അടിത്തറയാണ് പൊളിഞ്ഞു വീണത്. ഒരു പാവം സഹോദരി അപകടത്തിൽ കൊല്ലപ്പെട്ടതിൽ അത്യന്തം വേദനയുണ്ട്. നഷ്ടം അവരുടേത് മാത്രമാണ്, അവരുടെ കുടുംബത്തിന്റേതാണ്. എന്ത് ചെയ്താലും പരിഹരിക്കാനാവാത്ത നഷ്ടം, അതിതീവ്രമായ നഷ്ടം സഹിക്കുന്ന ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കാനും ആ സഹോദരിയുടെ മരണത്തിൽ അങ്ങേയറ്റം വേദനയോടെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും മാത്രമേ കഴിയൂ. പിണറായി വിജയന്റെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നതിന്റെ സൂചനയാണ് ഇടിഞ്ഞുവീണ കെട്ടിടം. ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വനരോധനമായി അവസാനിക്കുന്ന അവസ്ഥ. എന്നു മാറും നമ്മൾ?